ഹായ് ഹലോ യെസ് ക്രിയേറ്റിവിറ്റിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് നല്ല വിശേഷങ്ങളാണ്. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. ഈ വാട്ടർ ലില്ലി അല്ലെങ്കിൽ താമര നമ്മുടെ വീടുകളിൽ എങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതിൻ്റെ രീതിയിലുള്ള വീഡിയോയാണ് നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കണേ. വീഡിയോ മാത്രം നോക്കിക്കൊണ്ടിരിക്കേണ്ട, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നമ്മൾ ആദ്യം കളക്ട് ചെയ്യേണ്ടത് ഈ വയലിലുള്ള ചെളി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യേണ്ടത്. ഈ ചെളി കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കളക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ വയലുകളിൽ ഈ മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സിങ് ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് വേണം ഈ പ്ലാന്റിനെ നട്ടുപിടിപ്പിക്കാൻ. അങ്ങനെ ഇതിനെല്ലാം കളക്ട് ചെയ്തിട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട സ്പോട്ടിൽ നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം ഈ വാട്ടർ ലില്ലിയെ നട്ടുപിടിപ്പിക്കേണ്ട ഒരു ബേസിൻ നമുക്ക് വേണം. ബേസിൻ്റെ അടിഭാഗത്ത് ഹോളോ ഒന്നും ഇല്ലാത്ത ബേസിനായിരിക്കണം. ഈ പ്ലാന്റ് ഫുള്ളായിട്ട് വെള്ളത്തിലാണ് നിൽക്കേണ്ടത്, അതുകൊണ്ടാണ് അടിഭാഗത്ത് നമുക്ക് ഹോളൊന്നും ഇല്ലാത്തത് വേണ്ടത്. ഈ ബേസിനിലെ ആദ്യത്തെ ലെയറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഉരക്കടകളിലെല്ലാം കിട്ടുന്ന പാസ്പെറ്റാണ്. അടുത്ത ലെയറിൽ ചാണകപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം. അടുത്ത ലെയർ നമ്മൾ ഈ മണലും മണ്ണും കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സ് ഉണ്ടല്ലോ, വയലിൽ നമ്മൾ കളക്ട് ചെയ്തത്, അത് അടുത്ത ലെയറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വയലിലുള്ള ചെളിയാണ്. ചെളി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നിരത്തിയതിന് ശേഷം കുറച്ച് മണൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തൊന്ന് മിക്സ് ചെയ്യരുത്, അങ്ങനെ വച്ചിട്ട് നടുക്ക് ഭാഗത്തൊരു കുഴിയെല്ലാം എടുത്ത് നമ്മൾ വാട്ടർ ലില്ലിനെ ഒന്ന് നട്ടുപിടിപ്പിച്ച് കൊടുക്കാം. നട്ടുപിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലിനി നമുക്ക് നിറയെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ചെളിയും മണ്ണും ഓരോന്നും മിക്സ് ആകാതിരിക്കാൻ ഒരു പോളിത്തീൻ കവർ നമ്മൾ അകത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ബേസിൻ്റെ ഫുള്ളായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കവറിനെ നമ്മൾ റിമൂവ് ചെയ്യാം. ഈ പ്ലാന്റിൽ എപ്പോഴും വെള്ളം നിൽക്കണം, അതുകൊണ്ട് ചിലപ്പോൾ ഈ കൊതുകുകൾ മുട്ടയിടേണ്ട സാധ്യതകളുണ്ട്. അതുകൊണ്ട് കുറച്ച് കളർ ഫിഷ് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. പശുവിൻ്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പ് അടങ്ങുമെന്ന് പറഞ്ഞു, അതുപോലെ രണ്ട് കാര്യവും ഒന്നിച്ച് നടക്കും. അങ്ങനെ 2 ബേസിനിലാണ് ഇന്ന് വാട്ടർ ലില്ലി വച്ച് പിടിപ്പിച്ചത്. ഇതേപോലെ അടുത്ത ബേസിനിൽ സെറ്റ് ചെയ്യുന്നത് ഫുള്ളായിട്ട് നിങ്ങളൊന്ന് നോക്കണേ. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് വയ്ക്കേണ്ടത് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഈ പ്ലാന്റിനെ വയ്ക്കേണ്ടത്, എന്നാലേ ഇത് ഫ്ലവർ ഇടത്തുള്ളൂ. അങ്ങനെ നിങ്ങളും ഇതേ മെത്തേഡിൽ വാട്ടർ ലില്ലിയോ ബേസിനിൽ വളർത്തുന്ന താമരയോ നിങ്ങൾ ഇതേ മെത്തേഡിൽ നട്ടുപിടിപ്പിച്ച് നിങ്ങളുടെ വീടിനെ നല്ല അതിമനോഹരമാക്കുക. ഇതേപോലത്തെ വ്യത്യസ്ത വീഡിയോകളെ കാണാൻ ഞങ്ങളുടെ അക്കൗണ്ടിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാമേ. ടാറ്റാ, ഹാവ് എ നൈസ് ഡേ.